ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ജലദോഷം പനിയെല്ലാം പിടിച്ച് തീരെ സൗണ്ട് ഇല്ലാതെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ശരിക്കും ബർത്ത്ഡേ ഇപ്പോൾ ഒന്നും അല്ല, ബർത്ത്ഡേ ജൂലൈ 30-നായിരുന്നു. ജൂലൈ 30-ന് രാവിലെ എണീറ്റ് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എണീറ്റാണ് പായസം വയ്ക്കാനും എല്ലാം. അങ്ങനെ ഞാൻ മോൻ്റെ ഒരു ഫോട്ടോയും അവൻ ടീനേജിലേക്ക് കയറുവാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയൊക്കെ ഫേസ്ബുക്കിലിടാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ മൊബൈൽ എടുത്ത് ജസ്റ്റ് FB തുറന്നപ്പോഴാണ് നമ്മുടെ വയനാട്ടിലെ ന്യൂസ് കേൾക്കുന്നത്. അതോടുകൂടിയിട്ട് എന്താ പറയണ്ടേ, ബർത്ത്ഡേ ആഘോഷിക്കേണ്ട മൂടൊക്കെ പോയി. അങ്ങനെ പിന്നെ മോനും പറഞ്ഞു, വേണ്ട അമ്മ കേക്കൊന്നും മേടിക്കേണ്ട നമുക്കിന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് കേക്ക് മേടിക്കുകയോ കട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. പിന്നെ അതിങ്ങനെ നീണ്ടുപോയി, കാരണം നമ്മളെന്നും അതിൻ്റെ ഒരു പിന്നാലെ, അന്ന് അത് കേട്ടതിലും വലിയ ന്യൂസാണല്ലോ നമ്മൾ പിന്നെ അതിൻ്റെ ബാക്കി കേട്ടോണ്ടിരുന്നത്. അങ്ങനെ നീണ്ടു പോയ ഒരു ബർത്ത്ഡേ ആഘോഷമായിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷങ്ങളൊന്നും വയ്ക്കാതെ വെറുതെ കുഞ്ഞായിട്ടൊന്ന് ഡെക്കറേഷനൊക്കെ ചെയ്തു, ഒരു കേക്കും കട്ട് ചെയ്തു. കാരണം മോൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അത് നമുക്ക് ഒഴിവാക്കാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലേറ്റായിട്ടൊരു ബർത്ത്ഡേ ആഘോഷം. പിന്നെ അവൻ ഈ വർഷം സ്കൂളിൽ ചോക്ലേറ്റ് കൊടുക്കലും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. കാരണം 2 വീക്സോളം ക്ലാസ് ഇല്ലാതിരുന്നതുകൊണ്ട് മോന് സ്കൂളിൽ ചോക്ലേറ്റ് കൊടുത്തതും ഈ ബർത്ത്ഡേ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മക്കളുടെ സന്തോഷമല്ലേ അതൊക്കെ. എന്താ പറയണ്ടേ, ഇതൊക്കെ ഒരു അത്യാവശ്യമാണോയെന്ന് ചോദിച്ചാൽ അല്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ ഓർക്കാനും അവർക്ക് സന്തോഷമൊക്കെയില്ലേ. പണ്ട് അച്ഛനും അമ്മയും അവൻ്റെ ബർത്ത്ഡേക്ക് മുട്ടായി വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു, ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മക്കൾക്കൊരു സന്തോഷമാണല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചെയ്ത ഒരു കുഞ്ഞ് ആഘോഷം കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ആരെയും വിളിച്ചിട്ടില്ല. പിന്നെ നേരെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ എല്ലാവരും വിളിച്ചായിരുന്നു വെച്ചത്, പക്ഷേ ഇതിനാരും വിളിച്ചൊന്നുമില്ല. ജസ്റ്റ് ഒരു കുഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ. അതേപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് വാങ്ങിച്ച ഒരാൾക്ക് മേടിക്കും, പിന്നെ 2 പേർക്കും മേടിക്കേണ്ട അവസ്ഥ കേട്ടോ. അതുകൊണ്ടാണ് മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞത്. അപ്പം ബർത്ത്ഡേക്ക് വാങ്ങിച്ച 2 ഗിഫ്റ്റിൻ്റെ ഒരു അൺബോക്സിങ്. ഗിഫ്റ്റും അതേപോലെ തന്നെ കേട്ടോ. ഞങ്ങൾ ലേറ്റായിട്ടാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അന്ന് പോലും ഗിഫ്റ്റ് കിട്ടിയില്ല, അതും കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. പിന്നെ വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നതുകൊണ്ട് വണ്ടിയൊന്നും ഇങ്ങോട്ട് വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2 പേർക്കും ഓരോ കാറും ബുക്ക് ചെയ്തു. ആദ്യം തന്നെ കുഞ്ഞിൻ്റേത് പിന്നെ റെഡിയാക്കി കൊടുക്കും. കുഞ്ഞിൻ്റെ ശരിക്കും 2 ദിവസം മുന്നേ വന്നായിരുന്നേ, ഫ്ലിപ്കാർട്ടിലായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ അത് ഞങ്ങളെടുത്തിട്ട് ഒളിപ്പിച്ച് വെച്ചു, അവനെ കാണിക്കാതെ. അത് കഴിഞ്ഞിട്ട് 2 പേരുടെയും കൂടെ വന്നതിന് ശേഷമാണ് അൺബോക്സ് ചെയ്തത്. അപ്പോൾ അവനേക്ക് വണ്ടിയൊക്കെ കൊടുത്തു. അവൻ്റെ വണ്ടിക്ക് കുറച്ച് വെള്ളം ചീറ്റുകയും പുക വരികയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവനൊന്ന് ഹാപ്പിയാക്കി. അത് കഴിഞ്ഞിട്ടാണ് ഡേവിസിൻ്റെ വണ്ടി പിന്നെ അൺബോക്സ് ചെയ്തത്. കാരണം ഡേവിസിൻ്റെ വണ്ടി കുറച്ച് വലുതായിരുന്നു. പിന്നെ രണ്ട് കളറാണ് നമ്മൾ ഓർഡർ ചെയ്തത്, പക്ഷെ വന്നപ്പോൾ 2 ബ്ലൂ ആണ് വന്നത്. അപ്പോൾ ഡേവിസിന് റെഡൊക്കെയാണ് ഫേവറേറ്റ് കളറ്, കുഞ്ഞിന് ബ്ലൂ ആണ് ഫേവറേറ്റ്. എന്തായാലും 2 വണ്ടി അവസാനം ബ്ലൂ ആയിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ശരിക്കും ഞങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ വണ്ടിയൊക്കെ കളിക്കേണ്ട പ്രായമാണെന്ന്, പക്ഷെ അവന് വണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കുഞ്ഞിൻ്റെ വണ്ടിയുടെ ബാക്ക് സൈഡിൽ ഒരു ലൈറ്റ് വന്നു കേട്ടോ. നല്ല ഭംഗി വന്നുകൊണ്ട് ഞാനെടുത്ത് ആ വീഡിയോയിൽ ഇട്ടോന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.